സുഹൃത്തുക്കളെ, മാറ്റി വയ്ക്കാറുണ്ടോ ഒരു 9 മിനിറ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി? സ്കൂളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരു 9 മിനിറ്റ് മാറ്റി വയ്ക്കാൻ തയ്യാറായ വളരെ വലിയ മാറ്റങ്ങൾ കുട്ടികൾക്കിടയിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രധാനമാണ് രാവിലത്തെ 3 മിനിറ്റ് സമയം. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന ഈ ഒരു സമയത്ത്, ഉണർന്നെഴുന്നേൽക്കുന്ന ആ ഒരു സമയം വളരെ പ്രധാനമാണ്. ആ സമയത്ത് ഒരു പോസിറ്റീവ് ചിന്തകളോടെ അവരുടെ അടുത്തിരുന്നുകൊണ്ട് പോസിറ്റീവ് ചിന്തകളോടെ ശുഭാരംഭം കുറിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വൈകുന്നേരമുള്ള ഒരു 3 മിനിറ്റ് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകുന്നേരമുള്ള ഒരു 3 മിനിറ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, പോയി പഠിക്കടാ എന്ന് പറഞ്ഞ് കുട്ടികൾ ആ ഒരു അലർച്ചയിടുന്ന ഒരു സംഭവം. അതൊന്നും അങ്ങനെ ചെയ്യാതെ ശീലിച്ചാൽ കുട്ടികൾ ദിനം പ്രതി അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരു പങ്കുവയ്ക്കുന്ന ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാവും. അതുപോലെ മൂന്നാമത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് രാത്രിയുള്ള ഒരു 3 മിനിറ്റ് സമയം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാ പണികളും കഴിഞ്ഞ് എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് മാതാപിതാക്കൾ കുട്ടികളുടെ അടുത്തിരുന്നുകൊണ്ട് അവൻ്റെ തലയെ തലോടി അടുത്തിരുന്നു കൊണ്ട് കൊടുക്കുന്ന ഒരു വൈബുണ്ട്. അടുത്തിരിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു വൈബുണ്ട്, ഒരു സുരക്ഷിതത്വ ബോധം. ഇത് നിസ്സാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു 9 മിനിറ്റ് മാറ്റിവെക്കാൻ തയ്യാറായാൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം ശക്തമാകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യത്തെയും പഠനത്തെയൊക്കെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ, അവരുടെ നിലവാരം ഉയർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ 9 മിനിറ്റ്. നമുക്ക് അങ്ങനെ അവരുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനും അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാനും ഈ ഒരു 9 മിനിറ്റ് ഹെൽപ്പ് ചെയ്യും. സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള, രാജ്യത്തിന് കരുത്ത് പകരുന്ന, ആരോഗ്യമുള്ള തലമുറയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു 9 മിനിറ്റ് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കും.